ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളുടെ പുതിയ വണ്ടിയായ ജുപ്പിറ്റർ കൊണ്ട് ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് പോകുന്നത് കോയമ്പത്തൂർ റൂട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമയം തിരഞ്ഞെടുത്തത് തന്നെ ഈ ടൈമിൽ വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കോയമ്പത്തൂർ ടൗണ് കഴിഞ്ഞ് മേട്ടുപ്പാളയം ആ ഭാഗത്തൊക്കെ എത്താനാകുമ്പോഴാണ് സൂര്യോദയം കണ്ടത്. NH നിന്ന് അതിമനോഹരമായ ഒരു സൂര്യോദയം കൂടി കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. 2 വീലറിൽ യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം നല്ല വ്യൂ ആണ്. നമുക്ക് 360 ഡിഗ്രി തിരിഞ്ഞ് വരെ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാം, നല്ല എയർ ശ്വസിക്കാം. അങ്ങനെയൊക്കെ കാറിൽ പൊതുവേ പോകുന്നത് എനിക്കിഷ്ടമില്ല. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് 2 വീലർ തിരഞ്ഞെടുത്തത്. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു ലോങ് ട്രിപ്പ്. അത് ഞങ്ങൾ രണ്ടാളും മാത്രം, അതും സ്കൂട്ടിയിൽ. അങ്ങനെ ഞങ്ങൾ ഓൾമോസ്റ്റ് ചുരം കയറാൻ തുടങ്ങി. ചുരം കയറുന്നതിന് മുന്നേ ആയിട്ടാണ് പാസ് നിർബന്ധമാണ്. ഊട്ടി കൊടൈക്കനാൽ ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെക്കിംഗ് ഉണ്ട്. പാസ് നമുക്ക് ഓൺലൈൻ വഴി തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സൂര്യോദയത്തോടു കൂടി ചുരം കയറുന്നത് കൊണ്ട് തന്നെ മലകളിലൊക്കെ വന്ന് സൂര്യൻ്റെ രശ്മികൾ പതിക്കുമ്പോൾ നല്ല വ്യൂ ആണ് കാണാൻ. ഒരു ഗോൾഡൻ കളറായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചുരം കയറി. ഞങ്ങൾ ഓൾമോസ്റ്റ് ഊട്ടി എത്താനായി. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഊട്ടി ടൗണിലെത്തി. ഞങ്ങൾ ആദ്യം സെർച്ച് ചെയ്തത് ഒരു ഹോട്ടലാണ് ഫുഡ് കഴിക്കാൻ. കാരണം നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ പോയത്. അവിടെ പോയിട്ട് ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. തമിഴ്നാട് ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. ഇവിടെ നല്ല ഫുഡും നല്ല തിരക്കും ഉണ്ടായിരുന്നു. പലതരം ദോശകളുണ്ട് ഇവിടെ. ഒനിയൻ ദോശ, പനീർ ദോശ, എഗ്ഗ് ദോശ. ഞങ്ങൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ശേഷം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറി. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. കൂടാതെ അവിടെ ഇപ്പോൾ ഫ്ലവർ ഷോ തുടങ്ങുന്നത് കൊണ്ട് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മാത്രം നടക്കുന്നതേ ഉള്ളൂ. കൂടുതൽ ഫ്ലവേഴ്സ് അങ്ങനെ വന്നിട്ടില്ല. അത്യാവശ്യം കുറച്ച് ഫ്ലവേഴ്സ് മാത്രം. പിന്നെ ഊട്ടിയിൽ നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുമാണ്. അതുകൊണ്ട് തന്നെ ഈ ടൈമിൽ പോകുമ്പോൾ റെയിൻകോട്ട് എടുത്തിട്ട് പോകാൻ ശ്രദ്ധിക്കുക ഊട്ടി പോണവർ. ഉച്ച വരെ ഒരു 3 മണി വരെയൊക്കെ നല്ല വെയിൽ പറഞ്ഞാൽ വെയിലും അതിനനുസരിച്ച് നല്ല തണുപ്പും ഉണ്ട്. പിന്നീട് അങ്ങോട്ട് മഴയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് വേണം പോകാൻ. ഞങ്ങൾ പെട്ടെന്ന് വന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് അപ്രതീക്ഷിതമായിരുന്നു. ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഇറങ്ങിയ ശേഷം ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് 9th മൈൽ ഷൂട്ടിംഗ് പോയിന്റ് വരുന്നത്. അതിന് മുന്നേ ഒരു ഷൂട്ടിംഗ് പോയിന്റ് വരുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര ചെറുതാണ്. അതിനപ്പുറത്തൊരു ഷൂട്ടിംഗ് പോയിന്റ് ഉണ്ട്, അത് മനോഹരമാണ്. അതിൻ്റെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗവുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ.